ഇപ്പോൾ ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും കഷ്ടപ്പെടുകയൊക്കെ ചെയ്ത നൂറുകണക്കിന് സഖാക്കൾ ഈ ജില്ലയിലുണ്ട്. അവരിൽ എത്ര പേർക്കൊരു MLA ആകുന്നത് പോട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തന്നെ എത്ര പേർക്ക് അവസരം കിട്ടും? ഇതെല്ലാം പാർട്ടി പല ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് തീരുമാനിച്ച് ഏതാനും പേർക്ക് മാത്രം കിട്ടുന്ന അവസരങ്ങളാണ് ഇങ്ങനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക, MLA ആകുക എന്നെല്ലാം ഉള്ളത്. ഇത് 3 തവണ MLA ആകാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ അവഗണിച്ചു എന്ന് അഡ്വക്കേറ്റ് ഐഷ പോറ്റി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം MLA ആക്കുകയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയിലേക്ക് വരുന്നത്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. ആ പാർട്ടി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് ഉൾപ്പെടുത്തി. ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾ ഇന്ത്യ ലോയേഴ്സ് ഫോറത്തിന്റെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ പല പല മേഖലകളിലുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട്.